വ്യക്തി കേന്ദ്രീകൃത പ്രചാരണം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് CPM കേന്ദ്ര കമ്മിറ്റിയിൽ വിമർശനം. പാർട്ടിയുടെ ദേശീയ നിലപാടുകളെ കേരള ഘടകം ദുർബലപ്പെടുത്തി. PM ശ്രീയും അയ്യപ്പ സംഗമവും പാർട്ടിക്കെതിരായ ജനങ്ങളുടെ സംശയം വർദ്ധിപ്പിച്ചു. SNDP നേതൃത്വത്തിന്റെ സംഘപരിവാർ അജണ്ട തുറന്നു കാട്ടണമെന്ന കേന്ദ്ര നിർദ്ദേശം സംസ്ഥാന നേതൃത്വം പാലിച്ചില്ല എന്നും നേതാക്കൾ വിമർശിച്ചു. കേരളത്തിലെ പരാജയ കാരണങ്ങൾ ചർച്ച ചെയ്ത 3 ദിവസത്തെ CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണം മുതൽ താഴെത്തട്ടിലുള്ള രാഷ്ട്രീയ പ്രതിരോധങ്ങളിൽ വരെ പാളിച്ചകളുണ്ടായി. പ്രചാരണം ഒരു വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചത് എതിരാളികൾക്ക് ഗുണം ചെയ്തു. എല്ലാ നിലവാരത്തിലും പാർട്ടി നേതാക്കന്മാരുടെ പെരുമാറ്റത്തിൽ ചില തെറ്റുകുറ്റങ്ങളും പോരായ്മകളും ഉണ്ടായിട്ടുണ്ട്. അത് തിരുത്തേണ്ടതാണ് എന്നത് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച രേഖയിലെ ഒരു വീക്ഷണമാണ്. PM ശ്രീ ഒപ്പുവെക്കാനുള്ള തീരുമാനവും തിരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളിൽ ഒന്നായി. അയ്യപ്പ സംഗമം ഗുണം ചെയ്തില്ല. അയ്യപ്പ സംഗമത്തിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് ഗുരുതരമായ പിഴവായെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ. SNDP നേതൃത്വത്തിന്റെ സംഘപരിവാർ അജണ്ട തുറന്നു കാട്ടണമെന്ന കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശം സംസ്ഥാന ഘടകം പാലിച്ചില്ല. ഇതൊക്കെ BJPയുമായി സഹകരണമെന്ന സംശയം ജനങ്ങളിലുണ്ടാക്കാൻ എതിരാളികൾക്ക് സാധിച്ചെന്നും കുറ്റപ്പെടുത്തലുണ്ടായി. റിപ്പോർട്ടർ, ദില്ലി.